നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായി നൽകുകയാണ്. ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് നാം ജീവനോടെ ആയിരിക്കുന്നത്. നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. യോഗ്യതയില്ലാത്ത വ്യക്തികളെ യോഗ്യതയുള്ളവരാക്കി മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാത സമയത്ത് തന്ന ഒരു ചിന്ത ദൈവജനവുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന് 4-ാമത്തെ വാക്യം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു കർത്താവ് വളരെ സ്നേഹിച്ച വ്യക്തികളാണ് മറിയയും മാർത്തയും ലാസറും. പലപ്പോഴും കർത്താവ് യെരുശലേമിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ഭവനം കൂടെ സന്ദർശിക്കുമായിരുന്നു. ബെഥാന്യയിലുള്ളതായ ഈ മാർത്തയുടെയും മറിയയുടെയും ഗ്രാമത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുകയും അവരുടെ ആതിഥ്യം സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വിശേഷിച്ച് മാർത്തയും മറിയയും സഹോദരിമാരാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗുണഗണങ്ങൾ ഉള്ളവരാണ്. മാർത്ത വളരെ ശുശ്രൂഷിക്കാൻ താല്പര്യമാണ്. മറിയ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നു. കർത്താവിനെ സ്വച്ഛജടമാംസി തൈലം കൊണ്ട്, പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് കർത്താവിൻ്റെ കാല് ഒരിക്കൽ തുടച്ചതാണ്. മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം ഈ സഹോദരിമാർ ചെയ്തു. യെരുശലേമിലും മറ്റും പല വീടുകളുടെ വാതിൽ കർത്താവിന് വേണ്ടി തുറക്കപ്പെടാതെ കിടന്നപ്പോൾ ഈ സഹോദരിമാരുടെ വീട് കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുവാനായിട്ടിടയായി. കർത്താവിനെ സ്വീകരിക്കും എന്നുള്ളത് കൊണ്ട് പലപ്പോഴും കർത്താവ് ശിഷ്യന്മാരുമായിട്ട് അവിടെ ചെല്ലുകയും അവർ കർത്താവിനെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കും അളവിലാണ് ഇവരുടെ ഏക സഹോദരനായ ലാസർ ദീനമായി കിടക്കുകയാണ്. ആ വാർത്ത കർത്താവിൻ്റെ കാതുകളിലെത്തി. ഈ സഹോദരിമാർ തന്നെ ആളയച്ച് കർത്താവിനോട് പറയുകയാണ്, ലാസർ ദീനമായി കിടക്കുന്നു എന്ന് ആളയച്ച് പറയുകയാണ്. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിനെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്ത കുടുംബം, മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്ത കുടുംബത്തിലാണ് ഈ രോഗം കടന്നു വന്നിരിക്കുന്നത്. അവിടെയാണ് ലാസർ മരണത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ കഷ്ടങ്ങളോ രോഗങ്ങളോ ഉണ്ടാകില്ല എന്ന് വചനം ഒരിക്കലും പറയുന്നില്ല. ഇവിടെ മറിച്ച് അവരുടെ ജീവിതത്തിൽ രോഗവും ദുഃഖവും ഒക്കെ കടന്നു വരികയാണ്. അത് കേൾക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് ഇന്നത്തെ ധ്യാനം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ കാര്യം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതൊരു പക്ഷേ മാരക രോഗമോ അല്ലെങ്കിൽ ദുഃഖകരമായ എന്തെങ്കിലും സംഭവമോ, ഇന്നലകളിൽ നിങ്ങൾ ദൈവത്തോടുകൂടെ ചേർന്ന് നടന്നവരാ. പലരും ചെയ്യാത്ത കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പൊടുന്നനവേ സ്വപ്നങ്ങളെല്ലാം തകിടം മറിയുന്നത് പോലെ, ഇടിവെട്ടേക്കുന്നത് പോലെ ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മറഞ്ഞു കിടന്ന ചില കാര്യങ്ങൾ പൊങ്ങി വരുന്നത് പോലെ ചിലത് തലമുക്കുകയാണ്. കർത്താവിന് വേണ്ടി കാത്തിരുന്നിട്ട് കർത്താവൊട്ട് പ്രവർത്തിക്കുന്നുമില്ല. സംശയങ്ങളും അവിശ്വാസങ്ങളും കുറ്റബോധവും സങ്കടവും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരും. എന്നാൽ കർത്താവ് ഇന്ന് രാവിലെ അരുളി ചെയ്യുന്നതായ വചനം, ഇപ്പോൾ നമ്മൾ നേരിടുന്നതായ കാര്യം അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് നമ്മുടെ നാശത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യം. കാരണം കർത്താവിനെ ഞങ്ങൾ അക്ഷയമായി സ്നേഹിക്കുന്നു, കർത്താവ് ഞങ്ങളെയും ആഴമായി സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കത്തില്ല. ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. കർത്താവിന് വേണ്ടി കാത്തിരുന്നിട്ട് പ്രവർത്തിക്കാതെ കർത്താവ് അവിടെ തന്നെ ഇരിക്കുമ്പോൾ, കർത്താവ് പ്രവർത്തിക്കാൻ ഡിലേ ആകുന്നത് കൊണ്ട് അത് നമുക്ക് ദോഷമായി തീരുമെന്നല്ല,
കർത്താവ് തക്ക സമയത്ത് കടന്നു വരും. തൻ്റെ മഹത്വം കർത്താവ് ആർക്കും കൊടുക്കത്തില്ല. കർത്താവ് തൻ്റെ മഹത്വം എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. പലപ്പോഴും ദൈവത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് മനസ്സ് ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. ഞാൻ കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഞാൻ ഇരുന്നു, എന്നിട്ടും എൻ്റെ വിഷയത്തിൽ എന്തുകൊണ്ട് കർത്താവ് ഇടപെടുന്നില്ല എന്നുള്ള ചിന്ത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, പതറരുത്, ഇടറരുത്. ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ മഹത്വം മറ്റൊരുത്തരും ദൈവം വിട്ടുകൊടുക്കത്തില്ല. കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. ലാസറിനെ കല്ലറയുടെ അരികിലേക്ക് കടന്നു വന്ന് പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് അവന് ജീവൻ മടക്കി കർത്താവ് നൽകുകയും തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. നിങ്ങൾ ആരാണ് എന്നുള്ളത് ഇപ്പോഴല്ല, ചില ദൈവിക പ്രവർത്തികളിലൂടെ ദൈവം വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ചില സംഭവങ്ങൾ തലകുനിക്കാൻ കാരണമായെങ്കിൽ അതേ ദൈവം തന്നെ തല ഉയർത്താനുള്ള ചില വഴികൾ ജീവിതത്തിൽ ഒരുക്കിത്തരും. ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.